കുറേ ദിവസങ്ങളായിട്ട് ചില മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിക്കുന്നവർ, ആക്ടിവിസ്റ്റുകൾ ഒക്കെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഒരു ദളിത് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവണം, ഈ മല്ലികാർജുൻ ഖാർഗെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന വാദത്തിന് എന്താണ് ഒരു പ്രസക്തി ഉള്ളത്? അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ തിരഞ്ഞെടുക്കേണ്ടത്? 5 വർഷം ഈ ജാതിയിൽപ്പെട്ട ആൾ ഭരിക്കട്ടെ, അടുത്ത 5 വർഷം അടുത്ത ജാതിയിൽപ്പെട്ട ആൾ ഭരിക്കട്ടെ, അങ്ങനെയാണോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ്? വ്യക്തിപരമായ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ഒരു ദളിത് പ്രധാനമന്ത്രിയെ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാമാന്യ പുരോഗമന ചിന്താഗതിക്കാരുടെ പ്രതിനിധി എന്ന് അവകാശപ്പെടുന്നവർ പോലും ഇങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്നത് ആരാണ്? സവർണനായിട്ടുള്ള ഒരാളല്ല, OBC കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മുൻപ് ദേവഗൗഡ എന്ന് പറയുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒരു OBCയിൽ നിന്നുള്ള പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് നരേന്ദ്രമോദി എന്നാണ് തോന്നുന്നത്. അതോ ചിലർ പറയുന്നത് കേട്ടു മോദിയാണ് ആദ്യമെന്ന്. ദേവഗൗഡ OBCയിൽപ്പെട്ട ആളാണെന്നാണ് ഇടയ്ക്ക് ഒരു തർക്കമൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും OBC ആണെങ്കിൽ ഇവരാണ് ആകെ ഇന്ത്യയുടെ ചരിത്രത്തിൽ OBC പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ട് ഉള്ളത്. അതിൽ തന്നെ ഒരാൾ BJPയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ജാതിയുടെ പേരിൽ വിമർശനം നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. സവർണ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് തുടർച്ചയായിട്ട് ഇപ്പോൾ അധികാരത്തിലേക്ക് ആ പാർട്ടിയെ നയിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ നരേന്ദ്രമോദിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അദ്ദേഹം ഒരു OBC കാരനായതുകൊണ്ടല്ല. ഒരുപക്ഷെ 2014 ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞു വന്ന മോദിയെ ഒരുപക്ഷെ ഇന്ത്യക്കാർ മെജോറിറ്റി സപ്പോർട്ട് ചെയ്തത് ഒരു അവസരം മാറിക്കൊടുക്കാം. തുടർച്ചയായിട്ട് 2 തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. അപ്പോൾ ഇനി ഒരു പുതിയ ആളിന് അവസരം കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കാം 2014 പ്രധാനമായിട്ടും മോദിക്ക് ഒരു അവസരം കൊടുക്കുന്നത്. പക്ഷെ ആദ്യത്തെ തൻ്റെ ടേമിൽ മോദിക്ക് പലതും പ്രൂവ് ചെയ്യാൻ സാധിച്ചു. കുറച്ചുകൂടി സമയം കൊടുത്താൽ ഇയാൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ജനങ്ങൾക്ക് തോന്നിയിരിക്കാം. അങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നിലവിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ഒരവസരം കൂടി കൊടുത്തത്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ മോദിയുടെ ജാതിയോ അല്ലെങ്കിൽ മോദിയുടെ മതമോ അല്ല നമ്മൾ നോക്കുന്നത്. മോദി എന്ത് ചെയ്തു കഴിഞ്ഞ 10 വർഷം എന്നതാണ്. രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടോ? ഡെവലപ്മെന്റ്സ് ഉണ്ടോ? അഴിമതി ഉള്ള ഭരണകൂടമാണോ അല്ലയോ? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നോക്കും. ക്രമസമാധാന പാലനം ഉണ്ടാവുന്നുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? എല്ലാ തരത്തിലുമുള്ളൊരു ഗ്രോത്ത് ഇന്ത്യക്കുണ്ടോ? ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഗ്ലോബൽ ടൈംസിന്റെ ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്, തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യ വിമർശിക്കുന്ന പത്രമാണ്. പക്ഷെ അവർക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ച്. വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ, IMF ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ, റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇന്ത്യയുടെ ഭാവി ശോഭനമാണ്, ഇന്ത്യയുടെ നിലവിലെ സാഹചര്യം ഏറ്റവും മികച്ചതാണ്, ഗ്രോത്തിലാണ് ഇന്ത്യ. എക്കണോമിക് ഗ്രോത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുപോലെ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് കൃത്യമായ ഒരു നല്ല കാലം വന്നിരിക്കുന്നു എന്നാണ് എല്ലാ ഏജൻസികളും സ്ഥാപനങ്ങളും ഒക്കെ പറയുന്നത്. ഇതിനൊക്കെ അപ്പുറമാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ, ലോകത്തെ വിവിധ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകാലങ്ങളിലും ഇന്ത്യയുടെ ഡേറ്റകൾ പുറത്തുവിട്ടിട്ടുള്ളത്, പഠനങ്ങൾ നടത്തിയിട്ട്. അപ്പോൾ അത്തരം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പോലും പറയുന്നു ഇന്ത്യ വളരുകയാണെന്ന്. അപ്പോൾ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത് നരേന്ദ്രമോദിയുടെ ജാതിയെയല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയാണ്. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വേണമെന്നൊക്കെ പറയുക, അതല്ല മാനദണ്ഡം, കഴിവാണ് മാനദണ്ഡം. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന വ്യക്തി ഏത് ജാതിയിൽ നിന്നും ഉള്ള ആളാണെന്നല്ല, അല്ലെങ്കിൽ ദളിതനാണോ അല്ലെങ്കിൽ സവർണനാണോ എന്നൊന്നുമല്ല. അത്തരം ജാതി വ്യവസ്ഥ തന്നെ ഇന്ത്യയിൽ നിന്ന് മാറണം. ദളിതൻ, സവർണൻ അല്ലെങ്കിൽ OBC ഇത്തരം കാറ്റഗറിയുടെ പോലും ആവശ്യമില്ല. ഇന്ത്യൻസ് അത്രേ ഉള്ളൂ. ഈ ഭരണഘടനയുടെ കീഴിലുള്ള എല്ലാവരും ഇന്ത്യക്കാരനാണ്. അതിനപ്പുറമുള്ള പരിഗണനകളും വേർതിരിവും ആവശ്യമില്ല. അത് സവർണനെന്നും അവർണനെന്നും പറഞ്ഞുള്ള തരംതിരിവ് തന്നെ ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത്, ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ജാതി ചോദിക്കുന്ന കോളം, അതിൽ പരം നാണക്കേടുണ്ടോ? നമ്മൾ എന്ത് പുരോഗതിയാണ് ആ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നേടിയിട്ടുള്ളത്? ജാതി വ്യവസ്ഥ തന്നെ എടുത്തു മാറ്റണം. അതിന് ഗവൺമെന്റുകൾ പ്രാധാന്യം കൊടുക്കുന്നത് അവസാനിപ്പിച്ചാൽ തന്നെ അത് താനേ ഇല്ലാതാകും. നമുക്ക് ജാതിയുടെ ആവശ്യമില്ല ഈ മനുഷ്യന് ജീവിക്കാൻ. ജാതി വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പ്രതിപക്ഷ പാർട്ടികളിൽ ചിലരെങ്കിലും ഈ ജാതി സെൻസസിന്റെ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ജാതിയല്ല വേണ്ടത്, ദേശീയ വികാരമാണ്. ഭാരതീയൻ, ഇന്ത്യക്കാരൻ,
ആ ഒരു ലേബൽ പോരെ? എന്തിനാണ് ഒരു ജാതി? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലിൻ്റെയോ മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ജാതി, പിൽക്കാലത്ത് പലരും ദുരുപയോഗം ചെയ്ത ജാതി, അത് കൊണ്ടു നടക്കേണ്ട എന്ത് ബാധ്യതയാണുള്ളത്? അത് ആവശ്യമില്ലാത്ത ഒന്നാണെന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പൊ കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പുരോഗമനം പറയുന്ന പലരും അതിനെക്കുറിച്ച് മിണ്ടാറ് പോലുമില്ല. പക്ഷെ വ്യക്തിപരമായി ഞാനും അതിനോട് യോജിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രവർത്തിച്ച് ടാലന്റ് തെളിയിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. അല്ലാതെ 5 വർഷം സ്ത്രീകൾ ഭരിക്കട്ടെ, 5 വർഷം പുരുഷന്മാർ ഭരിക്കട്ടെ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയിലേക്കല്ല ജനാധിപത്യം പോകേണ്ടത്. മറിച്ച് കഴിവുള്ളവർ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, ഒരു സ്റ്റേറ്റ് ഹെഡ് ആവുക അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഹെഡായിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് കഴിവിലൂടെ ആർജിച്ചെടുക്കേണ്ടതാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായില്ലേ? ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ പാരമ്പര്യമാണെന്ന്. രണ്ടാമത്തെ തിരിച്ചുവരവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മമതാ ബാനർജി, ജയലളിത, അതുപോലെ മായാവതി, ഇവരൊക്കെ ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരായിരുന്നവരോ, അല്ലെങ്കിൽ ഇപ്പോൾ സോണിയാഗാന്ധി ഒരു പാർട്ടിയുടെ തലപ്പത്ത് എത്ര കാലമാണ് അധ്യക്ഷ സ്ഥാനത്തിരുന്നത്. അതിനുമൊക്കെ അപ്പുറം അവർ നിന്ന് തന്നെയാണ് 1-2 UPA സർക്കാരിനെ നിയന്ത്രിച്ചതും ഭരിച്ചതുമൊക്കെ. അപ്പോൾ അതുപോലെ ഓരോരുത്തരും അവരവരുടെ കഴിവ് തെളിയിച്ചാണ് വരേണ്ടത്. അല്ലാതെ ജാതിയോ സ്ത്രീയോ പുരുഷനോ എന്നതോ ഒന്നും ആകരുത്. വളരെ ഗൗരവമുള്ള പദവികളിലെങ്കിലും മാനദണ്ഡം, പ്രധാനമന്ത്രി പോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലെയുള്ള പദവികളിൽ അതൊന്നും ആകരുത് വ്യവസ്ഥ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിവരവും ഇല്ലാത്ത ആള് ഒരു മതത്തിന്റെ ആളോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ആളോ ആയതുകൊണ്ട് മാത്രം പിടിച്ച അയാളെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആക്കിയാൽ ആ നാടിന്റെ അവസ്ഥ എന്താകും? മറിച്ച് ജനകീയനായിട്ടുള്ള അതേ സമയത്ത് തന്നെ കഴിവുള്ള വ്യക്തികളെ തെരഞ്ഞു പിടിച്ച് അത്തരം പദവികളിലേക്ക് കൊണ്ടുവന്നാലേ ഈ രാജ്യത്തിന് മുന്നേറാൻ സാധിക്കുള്ളൂ. ഈ യാഥാർത്ഥ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ദളിത് പ്രധാനമന്ത്രിയെ വേണം, എനിക്ക് ദളിത് മുഖ്യമന്ത്രി വേണം, എനിക്ക് സവർണ പ്രധാനമന്ത്രി വേണം, സവർണ മുഖ്യമന്ത്രി വേണം എന്നൊക്കെ പറയുന്നത് തന്നെ ലജ്ജാകരമാണ്. ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഈ 21st സെഞ്ചുറിയിലെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന, പുരോഗമനവാദി എന്ന് അവകാശപ്പെടുന്നവരെങ്കിലും ഇത്തരം കാര്യങ്ങളിലെങ്കിലും കുറച്ച് പക്വതയും വിവേകവും കാണിച്ച് ജാതിയൊന്നും വലിച്ചിടാതെ മറിച്ച് ജനാധിപത്യ ബോധത്തോടുകൂടി സംസാരിക്കാൻ ശ്രമിച്ചാൽ എന്ത് നന്നായിരിക്കും. കാരണം നമുക്കിവിടെ ജാതിയുടെ വ്യവസ്ഥയിൽ നോക്കൂ, ഒരു ദളിതനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള നോളജ് ഇല്ലാത്ത ഒരാളെ പിടിച്ച് നമുക്ക് അവിടേക്ക് കൊണ്ടിരുത്താൻ പറ്റില്ല. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു സവർണനൊന്നുമല്ലല്ലോ, ഒരു OBC കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. നരേന്ദ്രമോദിയെ പോലെ വളരെ ദീർഘവീക്ഷണമുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഒരാൾ ഉയർന്നു വന്നാൽ അത് ദളിതനാണെങ്കിൽ എന്ത്, മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ എന്ത്, നമ്മൾ ഇരുകൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കണം. കാരണം രാജ്യത്തിന്റെ വളർച്ചയാണ് പ്രധാനം. ഇവിടെ ജാതി ഒന്നും ഇന്ത്യക്കാർ നോക്കാൻ പോകുന്നില്ല. ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ശരിക്കും ഇതെല്ലാം വർഗീയതയാണ്. വർഗീയത എന്ന് പറയുന്നത് തന്നെ തരംതിരിക്കലാണല്ലോ. അങ്ങനെയെങ്കിൽ എനിക്ക് ദളിത് പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്നതും ഒരു തരം വർഗീയതയാണ്. എനിക്ക് സവർണ പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്നതും വർഗീയതയാണ്. OBC പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്നതും വർഗീയതയാണ്. മതം വെച്ചുകൊണ്ട് ഇന്ന മതത്തിലെ പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്നതും വർഗീയതയാണ്. അപ്പോൾ ഇതെല്ലാം വർഗീയതയാണ്. വർഗീയതയ്ക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിനോ വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാത്തരം ജാതിപരമായതും വർഗീയതയായി തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയാണ് ജാതി പറഞ്ഞുള്ള വർഗീയത, മതം പറഞ്ഞുള്ള വർഗീയത, രാഷ്ട്രീയം പറഞ്ഞുള്ള വർഗീയത. അതായത് വ്യത്യസ്ത തലങ്ങളിൽ മനുഷ്യനെ ഇപ്പോഴും നിർത്താൻ ശ്രമിക്കുകയാണ്. നീ ഈ ജാതിയുടെ ആളാണ്, നീ ഈ മതത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് തരംതിരിക്കുകയാണ്. നീ ഈ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞുള്ള തരംതിരിവാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ഈ കാലത്തെങ്കിലും അതൊക്കെ മാറണ്ടേ? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പല സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ജാതിക്ക് തുല്യമായ വ്യവസ്ഥകൾ മെജോറിറ്റി സിവിലൈസേഷൻസിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.